വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച മേളിയായി. നമുക്കൊരു കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. ചീറ്റ് കോഡ്സിൻ്റെ വെച്ച് വീഡിയോ ഇടാണെങ്കിൽ നമ്മൾ ഓൾറെഡി കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ RGS മോഡ് വീണ്ടും പുതിയ കിടിലൻ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. RGS മോഡിലല്ല, സോറി, പ്ലഗിൻ ആപ്പിൽ. അപ്പോൾ അതെന്താണ്, ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരെ നമുക്ക് പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. നമ്മളിപ്പോൾ പ്ലഗിൻ ആപ്പ് എടുത്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാം. പ്ലഗിൻ ആപ്പ് എടുത്തതിന് ശേഷം RGS മോഡ് എടുക്കുമ്പം നമ്മൾ ഈ ടാസ്ക് എല്ലാം ഓൾറെഡി കളിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് ആരോ മാർക്ക് കാണാൻ നോക്കും. നമ്മളതിൽ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് വരും. ഇപ്പോൾ പുതിയ ടാസ്ക് ലോഡായിട്ടുണ്ട്. ഇത് 2, 3, 4, 5, 11 ടാസ്ക് ലോഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേതെല്ലാം ഓൾറെഡി കളിച്ച് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതാണ് എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ടാസ്ക് ഈ ഫണ്ണെന്ന് കൊടുത്തേക്കുന്ന അതാണ്. എന്താ മനസ്സിലാവുന്നില്ല, എന്നാലും നമ്മൾ അതാണെന്ന് നമ്മൾ കോപ്പി ചെയ്ത് കളിക്കാൻ പോകുന്നത്. നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, മോഡ് കോപ്പി ആയിട്ട് നമുക്ക് ബാക്ക് അടിച്ച് നമ്മുടെ ഗെയിമിൽ തന്നെ പോകാം. ഓക്കെ, നമ്മളങ്ങനെ ഗെയിമിലെത്തിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഫയൽ ലോഡായിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കളർ ഒന്ന് മാറ്റിയേക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ടൂൾ എടുക്കുക. ശേഷം അവിടെ ഫോൺ കളർ ബ്ലൂ എന്ന് അടിച്ചു കൊടുക്കണം. ഫോൺ, നിങ്ങൾ കളറിൻ്റെ സ്പെല്ലിങ് COLOUR എന്ന് അടിച്ചാൽ കിട്ടത്തില്ല. ഇതിനകത്ത് COLOR എന്ന് അടിക്കണം. COLOR സ്പേസ് ഇട്ടിട്ട് ഞാൻ ബ്ലൂ എന്ന് അടിക്കുന്ന ബ്ലൂ വരും. ഓക്കെ, ഇനി നമ്മളെ ഫയൽ അങ്ങനെ ലോഡായിട്ടുണ്ട്. ഇനി നമുക്കത് കളിക്കണമെങ്കിൽ റീപ്ലൈ അടിക്കണം. റീപ്ലൈ അടിച്ചാൽ മാത്രമേ നമുക്കത് കളിക്കാക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് പ്ലേ കൊടുക്കാം. ഗൈസ്, അപ്പോൾ ആഡ് വന്നായിരുന്നു. എന്താ നമ്മൾ അത് മാറ്റി എന്നിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്യേണ്ടി വന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വണ്ടേക്കാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, നമ്മളിന്ന് ടാസ്കിനായി നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി അവർ തരുന്നതാണ്. അവർ തന്നിരിക്കുന്ന വണ്ടി പൾസർ RS 200 ആണ്. അപ്പോൾ നമുക്ക് ടാസ്ക് ചെയ്യാം. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടാസ്ക് അങ്ങോട്ട് തുടങ്ങാക്കാം. നമ്മൾ വണ്ടി കയറി വണ്ടി എടുത്തു. ഇവിടെ നമ്മുടെ പ്രൊപ്പലർ ഇല്ലേ, അതുകൊണ്ട് ഇതിപ്പോൾ ഇച്ചിരി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചത്ത് ഉറപ്പാണ്. ടൈമിങ്ങിന് നമുക്ക് കയറി പോകണം. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്കിനകത്ത് ന്യൂ അപ്ഡേഷൻസ് ചീറ്റ് കോഡ് വന്നില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകളാണെന്ന് തോന്നുന്നു. ഇതിനകത്തൂടെ എങ്ങനെ പുറത്ത് കിടക്കാൻ? ഗൈസ്, അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ജെറ്റ് പാക്ക് എടുത്ത് വലിഞ്ഞു കടിച്ച് വന്നു. ഭയങ്കര പാടായിരുന്നു. നമ്മൾ ജെറ്റ് പാക്ക് എടുത്ത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം. ഇവിടെ ഈ സാധനമുണ്ട്, പ്രൊപ്പലർ, അതുണ്ട്. നമുക്കിനി അങ്ങോട്ട് കുറച്ച് നടക്കാനാണ്. മരണെടുത്തിട്ട് വീണ്. അല്ലോ വയസ്സ്, നമ്മൾ ഇത്രയും കടമ്പകൾ കിടന്ന് വന്നതാണ്. നമുക്കിനി വണ്ടി എടുക്കാമല്ലോ. ഇങ്ങനെ വീണ് കളിക്കും. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ബുള്ളറ്റാണ്. 4 വട്ടം 9 അടിക്കുക. ബുള്ളറ്റ് എത്തിയിട്ടുണ്ട്.
ഗൈസ് നമ്മൾ വീണ്ടും തറ വീണു. ഇപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ് വരണ്ടേന്ന്. നമ്മളിപ്പോൾ ഒരു വട്ടം കൂടെ തറ വീണായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ആദ്യമായിട്ട് റീപ്ലേ അടിക്കാൻ വിചാരിച്ചു. അന്നേരം നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ കിട്ടിയത്. സൈഡിൽ കൂടെ കയറി വരാൻ വേണ്ടി വഴി ഉണ്ടായിരുന്നു നമുക്ക്. കൊള്ളാം, വീണ്ടും തറയിൽ പോയി. നമ്മൾ ഒന്നും കൂടെ റീപ്ലേ അടിക്കാം. നമ്മൾ പരാജയപ്പെടാൻ ഒരിക്കലും തീരുമാനിക്കുന്നില്ല. നമ്മൾ റീപ്ലേ എടുത്തേക്കാം. നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയോണ്ട് നമുക്കിനി അങ്ങ് കളിച്ച് പോകാം. ഇപ്പോൾ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഐഡിയ വെച്ച് നമ്മളങ്ങ് കളിച്ച് പോകാൻ പോവാണ്. ഒരു ലോങ് ഒരു ജമ്പ് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നത് കൊണ്ട് താരിലോട്ട് ഇറങ്ങാൻ എന്നൊരിച്ചിരി. ഈ ഗെയിമിൽ ഇവന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കാനറിയത്തുള്ളൂ, കുറച്ച് ഓവർ ആക്ഷനാണ്. നമ്മൾ നമ്മുടെ ബൈക്ക് എടുക്കാൻ പോവാണ്, ബുള്ളറ്റ് എടുക്കാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയത്. ഇവിടെ കോക്കയിലെ മറ്റുള്ള കളർ ഡിസ്കൗണ്ട് ഇവിടെ കുറച്ച് ഇത് നമ്മുടെ കണ്ടെയ്നറിനെക്കാട്ടി സൂക്ഷിക്കുന്ന ഡിസ്ക്കാണ്. കാരണം ഒട്ടും സ്ഥലമില്ല നമുക്ക്. നമ്മൾ നേരത്തെ ഒരു അബദ്ധം കാണിച്ച് നമ്മൾ ഇവിടുന്ന് മണ്ടക്കോട്ടി കയറി വരുമായിരുന്നു. നമ്മൾ ജെറ്റ് പാക്ക് വെച്ച് കയറിയിട്ട് ഇവിടെ സൂക്ഷിക്കുക. നമ്മൾ ഡിസ്ക് അവിടെ ഉണ്ടെന്ന് നോക്കണം, എന്നിട്ടാണ് വണ്ടി എടുത്ത് ചാടേണ്ടത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ പണി കിട്ടി. എന്തായാലും നമ്മളിവിടെ നമ്മളിനി ജെറ്റ് പാക്ക് എടുത്ത് മണ്ടക്കോട്ടോ. ഇനിയിപ്പോൾ ആദ്യം മുതൽ കളിക്കൽ റിസ്ക്കാണ്. ഓക്കെ, ജെറ്റ് പാക്ക് എടുക്കുക, മണ്ടയ്ക്ക് കയറാം. പൈസ നമ്മളുണ്ട് അവിടെ നിന്നാണ് വീണത്. ഈ കാണുന്ന ഡിസ്ക് അവിടെ നിന്ന് നമ്മൾ വീണത്. നിങ്ങൾ ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്താണെന്ന വലിയേക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ഇന്ത്യൻ ബാക്കിൽ വരുന്ന അപ്ഡേഷൻസ് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വീടിനടുത്തൊന്നും കയറിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഓരോ ചൂടുകൾ നടക്കാം. നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തറ വീണത്. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ? ഡ്രസ്സൊന്നും വരുന്നില്ല. ഇവനെപ്പോഴും കുറച്ച് അണ്ണാക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സീനാക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് KTM RC 1210 ആണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ KTM RC നോക്കിയിട്ടുണ്ട് 1210. ഇനി ഇവനകത്തുനിന്ന് കയറിയിട്ട് വേണം ടാസ്ക് അങ്ങോട്ട് പോകാൻ. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻ്റായിട്ട് ഇടുന്നില്ല. വെറും ചുരുക്കം 1-2 പേരെ കമൻ്റ് ഇടുന്നുള്ളൂ. നിങ്ങൾ ലൈക്കും ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നിങ്ങളെയൊക്കെ പ്രതീക്ഷയാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത്. ഓക്കെ, നമുക്കിനി നമ്മളിങ്ങനെ ഈ ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ബ്ലോക്കുകളുണ്ട്, അതിലേക്കൂടെ കയറി വേണം പോകാൻ. കുറച്ച് സൂക്ഷിക്കാൻ കുറച്ച് സീനാണ്.
നെക്സ്റ്റ് നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനാണ്. സൂക്ഷിച്ച് നടക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ബൈക്ക് എടുക്കാം. നമ്മളിതിനെ KTMൻ്റെ ഡ്യൂക്കാണ്. 4 വട്ടം ഇട്ടടിക്കുക. നമ്മുടെ ഡ്യൂക്ക് 1290 അതിൻ്റെ പേര്. നമ്മളിപ്പോൾ അതിനെ അങ്ങനെ ഒന്നും വിളിക്കുക. നമ്മുടെ സാധാ KTM ഡ്യൂക്ക് എത്ര കിട്ടും. ഓക്കെ, ഇപ്പൊന്നും ശരിയില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കളറിലൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ സൂക്ഷിക്കുക. സ്ലോ ആയി കഴിയുമ്പോൾ നമ്മളിവിടെ വീഴാൻ സാധ്യതയുണ്ട്. ടാസ്കിൻ്റെ ഇടയ്ക്കാണ് കൊണ്ട് സീബ്ര ക്രോസിങ്ങിൻ്റെ ചിഹ്നം ചെയ്യുന്നത്. ഇവിടെ നിന്ന് കർവ് ചെയ്ത് ഇറങ്ങി വരുവാണ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി ഡിസ്കിൽ കൂടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 പ്രൊപ്പല്ലർ. ഫാഗി ഇവിടെ എത്തിയിട്ടാണ് പോയത്. പേടിക്കുന്നത് നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് ഉള്ളപ്പോൾ പിന്നെ പേടിക്കുന്നേ. ഓക്കെ, നമ്മൾ ജെറ്റ് പാക്ക് മണ്ടയ്ക്ക് എത്താൻ പോവാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കൂടെ നമ്മൾ വീണെന്നാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ബോറാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ജെറ്റ് പാക്ക് വെച്ച് കയറുന്നത്. തുടക്കം വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ അങ്ങനെ ചെയ്യാത്തത് ഈ വീഡിയോയുടെ ലെങ്ത് കൂടി നിങ്ങൾക്കൊരു ബോറാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുൻനിർത്തിയാണ് അങ്ങനെ തറ വീഴുമ്പോൾ അങ്ങ് ഇടയ്ക്കൂടെ ജെറ്റ് പാക്ക് വെച്ച് കയറുന്നത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.